നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന രണ്ടാം അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളുടെ സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏതാനും പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നോട്ട്സ് വ്യക്തമായി കാണുന്നതിന് വീഡിയോ ക്വാളിറ്റി 720 പിക്സൽ ആക്കിയിടണം. ഫുൾ സ്ക്രീൻ ആയി കാണാനും ശ്രദ്ധിക്കണം. ഒരൊറ്റ മണിക്കൂറിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ മൊത്തം ഭംഗിയായി പഠിക്കാൻ സാധിക്കും. ആശംസകൾ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻ കണക്ടിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? E = -dV/dr. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്നതാണ് E = -dV/dr ന്റെ അർത്ഥം. ഈ ഡെറിവേഷൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, കാണണം. രണ്ടാമത്തെ ചോദ്യം, ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ ഈസ് 10 വോൾട്ട്. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദി സെന്റർ ഓഫ് ദി സ്ഫിയർ? ഉത്തരം 10 വോൾട്ട് എന്ന് തന്നെയാണ്. വൈ ഈസ് ദി പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ഇൻസൈഡ് എ കണ്ടക്ടർ? ഇതാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു കണ്ടക്ടറിനുള്ളിൽ ചാർജിന് എക്സിസ്റ്റ് ചെയ്യാനാവാത്തത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി കണ്ടക്ടർ ഈസ് 0 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ കണ്ടക്ടറിനകത്ത് ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നതിന് വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. വർക്ക് 0 എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് throughout the volume of the conductor as on the surface. അതുകൊണ്ട് സർഫസിൽ 10 വോൾട്ട് ആണെങ്കിൽ സെന്റർ ഓഫ് ദി സ്ഫിയർ അല്ലെങ്കിൽ ആ സ്ഫിയറിന്റെ ഏത് ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും സ്ഫിയറിനകത്ത് എവിടെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ 10 വോൾട്ട് തന്നെ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു മാർക്കിന്റെ ചോദ്യമായിരിക്കുമ്പോൾ ഉത്തരം എഴുതേണ്ടത് V = 1/4πε0 Q/r എന്നുള്ളതാണ്. ഡെറിവേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ കൂടി പറയാം. ഒന്ന്, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എഴുതേണ്ടത് C = ε0A/d എന്നതാണ്. ഡെറിവേഷൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സീരീസ് ആയിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS ആണെന്നിരിക്കട്ടെ. 3 കപ്പാസിറ്റർ വാല്യൂസ് C1, C2, C3 ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന് എക്സ്പ്രഷൻ കിട്ടുക 1/CS = 1/C1 + 1/C2 + 1/C3 എന്നായിരിക്കും. ഇനി 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുക CP = C1 + C2 + C3. പാരലൽ കപ്പാസിറ്റൻസിന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റർ വാല്യൂസ് ആഡപ്പ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഡെറിവേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. Q = CV എന്നുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് സിയുടെയും വിയുടെയും ടേംസിലോ ക്യൂവിന്റെയും സിയുടെയും ടേംസിലോ ക്യൂവിന്റെയും വിയുടെയും ടേംസിലോ എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ എഴുതാവുന്നതാണ്. ½ CV² അല്ലെങ്കിൽ ½Q²/C അല്ലെങ്കിൽ ½ QV. ഇത് മൂന്നും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്, which is the expression for the energy stored in a capacitor. Today let us discuss a relationship between electric field and potential. For that,
Let us consider 2 points A and B separated by a very small distance dx. This distance dx is very small. നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ dx-നെ കാണാൻ പറ്റുന്നത് പോലെ ബോർഡിൽ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. It is very small. The potential at A is V and the potential at B is V plus dV. ഇത് വെച്ചിരിക്കുന്നത്, ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അസ്യൂം ചെയ്യണം. ബിയിൽ നിന്നും എയിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമുക്കറിയാം വർക്ക് ഡൺ, ബിയിൽ നിന്നും എയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ടതായി വരും. ആ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി എക്സ്. ഇത് ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിനാണ് അപ്ലൈ ചെയ്യുക. പക്ഷെ എയും ബിയും വളരെ അടുത്തടുത്തുള്ള പോയിന്റ്സ് ആയിരിക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മോർ ഓർ ലെസ് ദ സെയിം എന്ന് അസ്യൂം ചെയ്യാം. അപ്പോ ഈ ഇക്വേഷൻ ശരിയാണ്, വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി എക്സ്. ഇനി യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. അപ്പോ ഡി ഡബ്ല്യു ഈക്വൽ ടു വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എക്സ് എന്ന് എഴുതിയാലും ശരിയാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നാണ്. ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഇപ്പൊ ക്യൂ പ്ലസ് 1 കൂളം ആയിരിക്കുമ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് ഇ തന്നെയായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് തന്നെയായിരിക്കും. ഡോട്ട് പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോ ഇ ഡി എക്സ് കോസ് തീറ്റ എന്ന് കിട്ടും. ഈ തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് അറിയണം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ബിയിൽ നിന്നും എയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ 180 ഡിഗ്രി എന്ന് കാണാവുന്നതാണ്. സോ ഇ ഡി എക്സ് cos 180 degree. What is cos 180 degree? -1. Or dw is equal to minus e dx എന്ന് കിട്ടും. അപ്പോ ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ ഒരു എക്സ്പ്രഷൻ ആയി കഴിഞ്ഞു. dw ഈക്വൽ ടു മൈനസ് ഇ ഡി എക്സ്. ഇനി യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡണ്ണിനെയാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. Therefore, dw is equal to the change in potential between the 2 points A and B for unit positive charge. dw is equal to dv for plus 1 coulomb. These two equations can be equated. Therefore, minus E dx is equal to dv or E equal to minus dv by dx. This is the relationship between electric field and potential. E equal to minus dv by dx. What is the meaning of this equation? Electric field is the negative gradient of potential, or electric field is in the direction of decreasing potential. Okay, അതാണ് ഈ ഇക്വേഷന്റെ മീനിങ്. ഇപ്പൊ ഒരു ചാർജിനെ നമ്മള് ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. ചാർജിനെ കൊണ്ടുവരാൻ പറ്റുക ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. സോ ബി ഈസ് അറ്റ് ദി ഹയർ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വി ആൻഡ് എ ഈസ് അറ്റ് ദി ലോവർ പൊട്ടൻഷ്യൽ വി. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പറയാൻ പറ്റും.
പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. therefore വോൾട്ട് പെർ മീറ്റർ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. വോൾട്ട് പെർ മീറ്റർ എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്നും E ഈക്വൽ ടു F/Q എന്നുള്ള ഇക്വേഷനിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിറൈവ് ചെയ്ത കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളം ആണ്. ഫോഴ്സിന് ന്യൂട്ടനും ചാർജിന് കൂളവും ആവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഒരു യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. മറ്റൊരു യൂണിറ്റും കൂടി ഇപ്പോ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതാണ് ഇത് വോൾട്ട് പെർ മീറ്റർ. വളരെ സിമ്പിൾ സ്റ്റെപ്സിലാണ് ഡെറിവേഷൻ ചെയ്തിരിക്കുന്നത്. ഈ തീറ്റ 180 ഡിഗ്രി വന്നതും ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Let us derive an expression for the potential due to a point charge. We know the work done to bring a unit positive charge from infinity to a particular point P in the electric field is called the electric potential at that point. The expression is V equal to 1/4πε0 capital Q by R. ക്യാപിറ്റൽ ക്യൂവിന്റെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ R എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡെറിവേഷൻ പെർഫോം ചെയ്യാൻ പറ്റുക? ലെറ്റ് ക്യാപിറ്റൽ P be a point distant small r from plus Q. Let capital A be a point distant x from capital Q. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് directed away from the positive charge, that is along PA. We consider a unit positive charge placed at A. Then the electric field intensity at capital A is given by E equal to 1/4πε0 Q by x square. Coulomb's law തന്നെയാണിത്. E equal to 1/4πε0 Q1 Q2 divided by x square എന്നുള്ള എക്സ്പ്രഷനില് Q1 ക്യാപിറ്റൽ Q ആണ്, Q2 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, മാഗ്നിറ്റ്യൂഡ് 1, ഡിസ്റ്റൻസ് x ആണ്. സോ E equal to 1/4πε0 Q by x square. This is the force acting on unit positive charge placed at A. When the charge moves from infinity to P, ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്കാണ് ചാർജിനെ നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് ക്യാപിറ്റൽ ക്യൂവിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചാർജ് വരുന്തോറും ഫോഴ്സ് കൂടിക്കൂടി വരും. ഫോഴ്സ് അതായത് കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഇക്വേഷൻ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് വേരിയിങ് ഫോഴ്സ് ആണ്. To move along a small distance dx as shown in the figure, എയിൽ നിന്നും ക്യൂവിലേക്ക് ഉള്ള ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത് dx. ആ ഡിസ്റ്റൻസ് dx മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്കിന് ചെറിയ വർക്ക് dw എന്ന് പറയുകയാണെങ്കിൽ that is equal to minus E into dx ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോഴ്സ് ആണ്. നെഗറ്റീവ് സൈൻ എന്തിനാ സൂചിപ്പിക്കുക? The negative sign shows that to bring the charge towards P, work has to be done against the direction of the electric field. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്നും എയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് വേണം ഇൻഫിനിറ്റിയിൽ നിന്നും പിയിലേക്ക്
വർക്ക് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സിമ്പൽ വരുന്നത്. ഓക്കെ, വി നോ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിറക്റ്റഡ് അലോങ് പി. അതിന് ഓപ്പോസിംഗ് ആയിട്ട് ഇൻഫിനിറ്റിയിൽ നിന്നും പിയിലേക്കാണ് വർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ടു ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ we have to integrate the expression dw equal to minus e into dx. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും the potential denoted by v at that point. ഇനി ഇന്റഗ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. എന്തൊക്കെയായിരിക്കാം ലിമിറ്റ്സ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന പോയിന്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. പി എന്ന് പറയുന്ന പോയിന്റ് r അകലത്തിലാണ് ഇരിക്കുന്നത്. ക്യാപിറ്റൽ ക്യൂയിൽ നിന്നും r അകലത്തിലാണ് ഇരിക്കുന്നത്. സോ ദ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഫ്രം ഇൻഫിനിറ്റി ടു r. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, which is our potential V, is then given by the expression V equal to minus integral infinity to R e dx. യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, which is q by 4 pi epsilon 0 into 1 by x square, or V equal to minus integral infinity to r q by 4 pi epsilon 0 into 1 by x square dx. വേരിയിങ് ആയിട്ടുള്ളത് മാത്രം ഇന്റഗ്രേഷൻ ചെയ്താൽ മതിയാകും. മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ വി ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻഫിനിറ്റി ടു ആർ 1 by x square dx. എന്താണ് 1 by x square dx ന്റെ ഇന്റഗ്രൽ? നമുക്ക് ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. ഇന്റഗ്രൽ x റൈസ് ടു n dx is equal to x റൈസ് ടു n plus 1 by n plus 1. ഇപ്പൊ ഇവിടെ n ന്റെ സ്ഥാനത്തുള്ളത് എന്താണ്? 1 by x square എന്ന് വെച്ചാൽ x raised to minus 2 ആണ്. സോ x raised to ഇന്റഗ്രൽ x raised to minus 2 dx എന്ന് പറഞ്ഞാൽ മൈനസ് 1 by x ആയിരിക്കും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യലി കിട്ടും v ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 മൈനസ് 1 ബൈ എക്സ്. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. ഇൻഫിനിറ്റി മുതൽ r വരെയാണ്. ഇൻഫിനിറ്റിയിൽ നിന്നും r എന്ന് പറയുന്ന പോയിന്റിലേക്കല്ലേ. അപ്പോ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത്, ലോവർ ലിമിറ്റ് പിന്നെ കൊടുക്കണം. സോ v ഈക്വൽ ടു 1 by 4 പൈ എപ്സിലോൺ 0 1 by r മൈനസ് 1 by ഇൻഫിനിറ്റി. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് 1 by r ആവുക. എക്സിന് ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴാണ് 1 by ഇൻഫിനിറ്റി ആവുക. സോ v ഈക്വൽ ടു 1 by 4 പൈ എപ്സിലോൺ 0 q by x വിത്തിൻ ദ ലിമിറ്റ് ഇൻഫിനിറ്റി ടു r. നമ്മള് 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം എത്രയാണ്? 0 ആണ്. സോ ദ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. v ഈക്വൽ ടു 1 by 4 പൈ എപ്സിലോൺ 0 q by r. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇൻഫിനിറ്റിയിൽ നിന്നും p എന്ന് പറയുന്ന പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമുള്ള വർക്ക് ഡണിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുക. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇൻഫിനിറ്റിക്ക് പകരം ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൗണിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക.
The potential difference between 2 points in an electric field is defined as the work done in moving unit positive charge from one point to another point against the electric field. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നറിയാം. ഇവിടെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കിട്ടുക സ്കെയിലാർ വാല്യൂ ആയിരിക്കും. The potential difference is expressed in volts. It is expressed in volt. Singular ആയിട്ടാണ് പറയുക. And it is a scalar quantity. ഇപ്പോ ഡെറിവേഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. V equal to minus infinity to R integral E dot E dx. What is meant by a capacitor? ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പലതരം കപ്പാസിറ്ററുകളെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ കപ്പാസിറ്ററിൻ്റെ എസെൻഷ്യൽസ്? 2 മെറ്റൽ പ്ലേറ്റുകൾ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. R എന്ന ഒരു മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. അതിന് പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. S എന്ന മറ്റൊരു മെറ്റൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. അതിന് നെഗറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പ്ലേറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1 മൈനസ് V2 ആയിരിക്കും. പോസിറ്റീവ് ചാർജ് കാരണം ഡെവലപ്പ് ചെയ്യുന്നത് V1 പൊട്ടൻഷ്യലാണെന്നും നെഗറ്റീവ് ചാർജ് കാരണം ഡെവലപ്പ് ചെയ്യുന്നത് V2 പൊട്ടൻഷ്യലാണെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 മൈനസ് V2 ആയിരിക്കും. കൂടുതൽ ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാനാവും V പ്രൊപ്പോർഷണൽ ടു Q ഓർ Q പ്രൊപ്പോർഷണൽ ടു V. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് C ഓഫ് ദി കപ്പാസിറ്റർ. Q ഈക്വൽ ടു CV എന്നുള്ളതാണ് കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഇക്വേഷൻ. അടുത്തതായി നമുക്ക് ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് നോക്കാം. The capacity of a capacitor depends on the shape of the conductor or capacitor. അതുപോലെ അതിൻ്റെ ഷേപ്പ്, 2 മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ, മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന മീഡിയം, ഏത് ഇൻസുലേറ്ററാണ് വെച്ചിരിക്കുന്നത്, ഈ 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ C ഈക്വൽ ടു Q ബൈ V, Q ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷനിൽ നിന്നും അങ്ങനെയാകുമ്പോൾ കപ്പാസിറ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണ് റേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 2 മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ C ഈക്വൽ ടു Q എന്ന് കിട്ടുന്നതായിരിക്കും. സോ the capacitance is numerically equal to the charge required to raise the potential of a conductor by unity. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 പ്ലേറ്റുകൾക്കിടയിൽ 1 വോൾട്ട് ആക്കി മെയിൻറ്റെയിൻ ചെയ്താൽ C ഈക്വൽ ടു Q എന്ന് കിട്ടും. ആ കപ്പാസിറ്റൻസിനെ പറയുന്ന പേരാണ് ഫാരഡ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഡയമെൻഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കപ്പാസിറ്റൻസ് C ഈക്വൽ ടു Q ബൈ V ആണ് ഇക്വേഷൻ നമുക്കറിയാം. Q ഈക്വൽ ടു IT, I എന്ന കറണ്ട് അല്ലേ? T ടൈമിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ചാർജ് എന്ന് പറയുക. പൊട്ടൻഷ്യൽ V ഈക്വൽ ടു W ബൈ Q ആണ്. അതിൽ നിന്നും വർക്ക് W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡയമെൻഷൻസ് വർക്കിൻ്റെത് വരുന്നത് ഫോഴ്സിന് mL/T⁻², ഡിസ്പ്ലേസ്മെൻറ്റിന് D. അങ്ങനെ വരുമ്പോൾ mL² T⁻² ഡിവൈഡഡ് ബൈ ചാർജിന് IT.
സോ ml² T⁻² ഡിവൈഡഡ് ബൈ IT ആയിരിക്കും പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ വരിക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ m⁻⁻1 l⁻⁻2 T⁴ I² എന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ഡയമെൻഷനിൽ ഒരു ചെറിയ കറക്ഷനുണ്ട്. നമ്മൾ ചെയ്ത് കാണിച്ചു. m⁻⁻1 l⁻⁻2 ആണ്, T⁴ I². ഓക്കെ. അപ്പോൾ ഇനി ഫിക്സ്ഡ് കപ്പാസിറ്ററും ഉണ്ട്, അതുപോലെ കപ്പാസിറ്റർ വാല്യൂ മാറുന്നതുമുണ്ട്, കപ്പാസിറ്റൻസ് മാറുന്നതുമുണ്ട്. ഇപ്പോൾ ഫിക്സ്ഡ് കപ്പാസിറ്റർ ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ആദ്യം കാണിച്ചതുപോലെയും കപ്പാസിറ്റൻസ് മാറുന്നുണ്ടെങ്കിൽ ഒരു ആരോ മാർക്കം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. പലതരം കപ്പാസിറ്ററുകളുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ, പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും, അതിനിടയിലൊരു ഇൻസുലേറ്റർ കൊണ്ടുള്ള സെപ്പറേഷൻ, അതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാൽ. ഇപ്പോൾ നോക്കിക്കോളൂ, ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ മെറ്റൽ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഫസ്റ്റ് രണ്ട് പ്ലേറ്റിൻ്റെയും ഏരിയ സ്മോൾ എ ആണെന്നിരിക്കട്ടെ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് സ്മോൾ ഡി ആണെന്നിരിക്കട്ടെ. ആദ്യത്തെ പ്ലേറ്റിന്, ഈ പ്ലേറ്റിന് കൊടുത്തിരിക്കുന്ന ചാർജ് നെഗറ്റീവ് Q ആണെങ്കിൽ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി നെഗറ്റീവ് സിഗ്മ, നെഗറ്റീവ് Q/A എന്ന് കാണാം. ഈ പ്ലേറ്റിന് കൊടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് Q/A, ഓക്കെ, പ്ലസ് സിഗ്മ എന്ന് കാണാം. അപ്പോൾ ഡയഗ്രാം നമ്മുടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 റീജിയനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. രണ്ട് മെറ്റൽ പ്ലേറ്റ് കാരണം ഉള്ള റീജിയനെ 3 ആയിട്ട് എടുക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ തേർഡ് റീജിയൻ. ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയണം. അത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലേറ്റ് കാരണം സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി σ/2ε0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് റീജിയനും സെക്കൻഡ് റീജിയനും തേർഡ് റീജിയനിലെയും പ്രത്യേകമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ റീജിയൻ 1ലും റീജിയൻ 3ലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണെന്ന് കാണാൻ സാധിക്കും. റീജിയൻ 2ൽ σ/2ε0 away from the plate. ഇത് രണ്ടാമത്തെ റീജിയനിൽ ടുവേഴ്സ് ദ പ്ലേറ്റ് അത് വരുന്നത് -σ/2ε0. രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കും നെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് എടുക്കണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു σ/ε0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ സിഗ്മയ്ക്ക് Q/A എന്ന് കൊടുക്കുകയാണെങ്കിൽ E ഈക്വൽ ടു Q/A⁴ എന്ന് കിട്ടും. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ വാല്യൂ മാത്രം കൊടുക്കുമ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കപ്പാസിറ്റൻസിന് C ഈക്വൽ ടു Q/V കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? Q. പിന്നെ വിയുടെ എക്സ്പ്രഷൻ നമുക്ക് QD/A⁴ കിട്ടി. സോ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ടു ബി A⁴ D. ഓക്കെ. ഇവിടെ നമ്മുടെ മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലുള്ള റീജിയൻ വാക്വമാണ് അല്ലെങ്കിൽ എയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു ഇൻസുലേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ
എപ്സിലോൺ വാല്യൂ ആയിരിക്കണം വരിക. അങ്ങനെ വരുമ്പോൾ എക്സ്പ്രഷൻ സി ഈക്വൽ ടു എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും. നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. When a number of capacitors are connected in series, the charge stored in each of them remains the same. ഒന്നിൽ കൂടുതൽ കപ്പാസിറ്ററുകൾ ഒരു സർക്യൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലും ഒരേ ചാർജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്തരം കോമ്പിനേഷനെ പറയുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. ആദ്യം നമ്മൾ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നത് ഒരു കപ്പാസിറ്റർ മാത്രം ഉള്ളതാണ്. ഈ കപ്പാസിറ്റർ ഒരു സെല്ലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കീ ക്ലോസ് ചെയ്തിട്ടില്ല, അതായത് ഈ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ഇപ്പോൾ ഇല്ല. ഇനി കപ്പാസിറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു കപ്പാസിറ്റർ കൂടി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് C1 എന്ന ഒരു കപ്പാസിറ്ററും C2 എന്ന ഒരു കപ്പാസിറ്ററുമാണുള്ളത്. ഇനി കീ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ദ നെക്സ്റ്റ് പ്ലേറ്റ് വിൽ ബി ഗിവൺ നെഗറ്റീവ് ചാർജ് and the next capacitor connected series to it will get positive charge. The next plate will get negative charge and the circuit will be closed. This is the negative of the cell. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ V ആണ്. ആ V പൊട്ടൻഷ്യൽ രണ്ട് കപ്പാസിറ്ററുകൾക്ക് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1ഉം V2ഉമാണ്. ചാർജ് സെയിം ആണെങ്കിലും കപ്പാസിറ്റൻസസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പും വ്യത്യാസമുള്ളതായിരിക്കും. സോ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. ഓക്കെ, Q ഈക്വൽ ടു CV എന്നുള്ളതാണ് ഇക്വേഷൻ. അതിനനുസരിച്ച് C1 കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 ഈക്വൽ ടു Q ബൈ C1 എന്ന് പറയാം. രണ്ടാമത്തെ കപ്പാസിറ്റർ C2ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് Q ബൈ C2 എന്ന് പറയാം. സോ V ഈക്വൽ ടു V1 പ്ലസ് V2 ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ രണ്ട് കപ്പാസിറ്ററുകൾക്ക് പകരം ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇക്വലൻ കപ്പാസിറ്റർ വെക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇക്വലൻ കപ്പാസിറ്റർ CS മൂല്യമുള്ളതാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദാറ്റ് ഇഫക്റ്റീവ് കപ്പാസിറ്റർ V ഈക്വൽ ടു Q ബൈ CS. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം 2ഉം ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ Q ബൈ CS ഇസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2. Or 1 by CS is equal to 1 by C1 plus 1 by C2. Okay. So this is the expression for the effective capacitance when two capacitors C1 and C2 are connected in series. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ് കിട്ടുന്നത്. 1 by CS ആണ് കിട്ടുന്നത്. അതിൻ്റെ CS വാല്യൂ എടുക്കേണ്ടതായിട്ട് വരും. സോ when two capacitors are connected in series, the reciprocal of the effective capacitance is equal to the sum of the reciprocals of the individual capacitors. Okay. Next, let us see one more capacitor connected in series. Here we have three capacitors connected in series, that is end to end. The key is closed
ഓക്കെ, ദെൻ നമുക്കിപ്പോൾ പറയാൻ പറ്റും ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് C1 അക്രോസ് ആയിട്ടും C2 അക്രോസ് ആയിട്ടും C3 അക്രോസ് ആയിട്ടുമാണ് ഡിവൈഡ് ചെയ്തു പോകുന്നത്. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നുള്ളത് V1 പ്ലസ് V2 പ്ലസ് V3 എന്നായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3. ഇനി ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്യുന്നത്, 3 എണ്ണത്തിന് പകരമായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും V ഈക്വൽ ടു Q ബൈ CS എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ പറയാൻ പറ്റും. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്നാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 1 ബൈ CS is equal to 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു N കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായി ഇതേ രീതിയിൽ ഇക്വേഷൻ കണ്ടെത്താനാവും, which is 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. plus 1 by Cn. Okay, when a number of capacitors are connected in series, then the reciprocal of the effective capacitance is equal to the sum of the reciprocals of the individual കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ കപ്പാസിറ്ററുകളെല്ലാം ഒരേ മൂല്യമുള്ളതാണെന്ന് വിചാരിക്കുക. C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു എല്ലാം C ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 ബൈ CS ഇസ് ഈക്വൽ ടു 1 ബൈ C പ്ലസ് 1 ബൈ C പ്ലസ് 1 ബൈ C പ്ലസ് അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? N ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എന്ത് പറയാൻ പറ്റും? 1 ബൈ CS ഇസ് ഈക്വൽ ടു N ബൈ C എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ എ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. നോക്കിക്കോളൂ, ഇവിടെ 2 കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സെല്ലും കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് ക്ലോസ് ചെയ്യാണ്. സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക? Q1 ചാർജ് ഈ പ്ലേറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇവിടെ Q2 പോസിറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഭാഗത്ത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് when the capacitors are connected in parallel, the potential difference across each remains the same. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ടോട്ടൽ ചാർജ് ആണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. 2 കപ്പാസിറ്ററുകൾക്ക് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ടോട്ടൽ ചാർജ് ആണ്. സോ ടോട്ടൽ ചാർജ് Q എന്നുള്ളത് Q1 പ്ലസ് Q2 2 കപ്പാസിറ്ററുകളിലേക്കും വേണ്ടിയിട്ട് ടോട്ടൽ ചാർജ് സ്പ്ലിറ്റ് ചെയ്ത് പോകും. നമ്മുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ Q ഈക്വൽ ടു ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് Q1 അത് C1 ഇൻറ്റു B ആയിരിക്കും. സെക്കൻഡ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഉള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ Q2 ഈക്വൽ ടു C2 ഇൻറ്റു B എന്ന് പറയാൻ പറ്റും. വെൻ ആൻ ഇക്വലന്റ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്, ഓക്കെ, ഇവിടെ 2 കപ്പാസിറ്ററുകൾക്ക് പകരമായിട്ട് ഒരു ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റർ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റുന്നത് Q ഈക്വൽ ടു CP ഇൻറ്റു V എന്നായിരിക്കും. ഓക്കെ,
സോ പൊട്ടൻഷ്യൽ സെയിം തന്നെയാണെന്ന് പറഞ്ഞു. പാരലൽ കോമ്പിനേഷനില് ചാർജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, വോൾട്ടേജ് റിമെയിൻസ് ദി സെയിം. സോ ദ ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റൻസ് CP ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും കൂടി കൊടുക്കാം. 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. C1, C2, C3 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഉള്ള ടോട്ടൽ ചാർജ്, പോസിറ്റീവ് ടെർമിനലിൽ വരുന്ന ടോട്ടൽ ചാർജ് 3 കപ്പാസിറ്ററുകളിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അത് നമുക്ക് വെള്ളം പോകുന്ന കേസ് പോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വെള്ളം ചാല് തിരിച്ചു പോകുന്നത് പോലെ. ഇപ്പൊ ടോട്ടൽ കൊടുക്കുന്ന വെള്ളം Q ആണെന്നിരിക്കട്ടെ. അപ്പം അത് 3 ചാലുകളിലേക്കും 3 ഖണ്ഡങ്ങളിലേക്കും കൂടിയായിട്ട് ഒന്നാമത്തെ ഖണ്ഡത്തിലേക്ക് Q1 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പോകും, രണ്ടാമത്തെ ഖണ്ഡത്തിലേക്ക് Q2 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പോകും, മൂന്നാമത്തെ ഖണ്ഡത്തിലേക്ക് Q3 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പോകും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഖണ്ഡത്തിന്റെ വലിപ്പം അനുസരിച്ച് കപ്പാസിറ്ററിന്റെ വാല്യൂ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ചാർജ് വ്യത്യാസമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ നെഗറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് വരും. നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പാരലൽ കോമ്പിനേഷനില് ചാർജ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിനു വേണ്ടി വേണം ഇക്വേഷൻ എഴുതാനായിട്ട് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. സീരീസ് കോമ്പിനേഷനില് പൊട്ടൻഷ്യൽ ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്നുള്ളതായിരുന്നു ഇക്വേഷൻ എഴുതിയത്. ഇനി Q ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷൻ അനുയോജ്യമായ രീതിയിൽ കൊടുത്താൽ മതി. 3 കപ്പാസിറ്ററുകൾക്കും അക്രോസ് ആയിട്ട് Q1 ഈക്വൽ ടു C1 ഇൻറ്റു V, Q2 ഈക്വൽ ടു C2 ഇൻറ്റു V, Q3 ഈക്വൽ ടു C3 ഇൻറ്റു V എന്ന് പറയുകയാണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം, ഇക്വലന്റ് പാരലൽ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് CP ഇൻറ്റു V ആയിരിക്കും. അപ്പോ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാകും: CP ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. V പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ ഫോർ n capacitors connected in parallel, their effective capacitance is given by CP equal to C1 plus C2 plus C3 plus etc plus Cn. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലൽ കപ്പാസിറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് കപ്പാസിറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സീരീസ് കപ്പാസിറ്റർ 2 എണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? 1/CS is equal to 1/C1 plus 1/C2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതിന് ഇഫക്റ്റീവ് സീരീസ് കപ്പാസിറ്റൻസ് CS ആണെങ്കിൽ ഇക്വേഷൻ പറയാൻ പറ്റും C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്നുള്ളതായിരിക്കും. 2 കപ്പാസിറ്ററുകളിനും ഈക്വൽ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1 പിക്കോ ഫാരഡ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 1 മൈക്രോ ഫാരഡ് ആണെന്നിരിക്കട്ടെ ഓരോന്നിന്റെയും വാല്യൂ. അപ്പോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും വരുന്നത്? 1/C ഈക്വൽ ടു 1/1 പ്ലസ് 1/1. ഓക്കെ, 1/1. അപ്പോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 0.5 മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ പിക്കോ ഫാരഡ് ആണ് കൊടുക്കുന്നെങ്കിൽ 0.5 പിക്കോ ഫാരഡ് അങ്ങനെയായിരിക്കും കിട്ടുക. അതായത് സീരീസ് കപ്പാസിറ്റൻസില് നമ്മള് കൊടുക്കുന്ന കപ്പാസിറ്റൻസിന്റെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ 1 പിക്കോ ഫാരഡ് ഉള്ള 2 കപ്പാസിറ്ററുകൾ കൊടുക്കുകയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുന്നത് 0.5 പിക്കോ ഫാരഡ് ആയിരിക്കും. ഓക്കെ, പിക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഈ പിക്കോ ഫാരഡ് മൈക്രോ ഫാരഡ് ഒക്കെ പറയാൻ കാരണം? ഫാരഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു യൂണിറ്റ് ആണ്. പ്രാക്ടിക്കൽ യൂസസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്
ചെറിയ കപ്പാസിറ്റർ വാല്യൂകളാണ്. അവയാണ് മൈക്രോ ഫാരഡും പീക്കോ ഫാരഡും. 10⁻⁻6 ഫാരഡും അതുപോലെ 10⁻⁻12 ഫാരഡും ഒക്കെ ഉള്ളത്. ഈ 1 ഫാരഡ് എന്ന് പറയുന്നത് എന്താണ്? A conductor is said to have 1 farad capacitance if a charge of 1 coulomb raises its potential by 1 volt. Okay. അപ്പം ഈ 1 ഫാരഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയതുകൊണ്ടാണ് പ്രാക്ടിക്കൽ യൂസസിന് വേണ്ടിയിട്ട് പീക്കോ ഫാരഡും മൈക്രോ ഫാരഡും വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് കപ്പാസിറ്റൻസ് സീരീസ് വരുമ്പോഴുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് പറയുന്നത്. അത് നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് സീരീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന്റെ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ളതിനേക്കാളും ചെറുതായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുക. ഇനി പാരലൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെറുതെ സം ചെയ്തെടുത്താൽ മതി. ഇപ്പം 1 ഫാരഡും 1 മൈക്രോ ഫാരഡ് 2 മൈക്രോ ഫാരഡ് 3 മൈക്രോ ഫാരഡ് അങ്ങനെയാണ് കൊടുക്കുന്നതാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ എത്രയായിരിക്കും? 6 മൈക്രോ ഫാരഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പം എൻ ഫോർ എക്സാമ്പിൾ 3 കപ്പാസിറ്റേഴ്സ് ഈക്വൽ വാല്യൂസ് ഉള്ളതാണെന്ന് വിചാരിക്കുക, 1 മൈക്രോ ഫാരഡ് വീതം. അപ്പോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? 1 + 1 + 1 3 മൈക്രോ ഫാരഡ് ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റേഴ്സ് 3 എണ്ണം എങ്ങനെ കൊടുക്കുമ്പോൾ പാരലലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ. സോ നമുക്ക് ഒരു സർക്യൂട്ടില് ആവശ്യമുള്ള രീതിയിൽ ഒരു സർക്യൂട്ട് ആവശ്യപ്പെടുന്നത് എത്ര വാല്യൂ കപ്പാസിറ്റൻസ് ആണോ അതിനെ സീരീസ് കോമ്പിനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആയിട്ടോ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനുമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഫോർ ദാറ്റ് let us consider a parallel plate capacitor of capacitance C connected to a source of potential difference V. കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അത് V പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള ഒരു സെല്ലിനോട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. കീ ക്ലോസ് ചെയ്യുന്നു. When the key is on, the source charges the capacitor. സെല്ല് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്ത് തുടങ്ങും എപ്പോഴാ? സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും. ടി സമയം കൊണ്ട് VT പൊട്ടൻഷ്യലിലേക്കാണ് കപ്പാസിറ്റർ ചാർജ്ഡ് ആവുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ Q ചാർജസ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു എന്നും വിചാരിക്കുക. ഓക്കെ. അറ്റ് എനി ടൈം T, let VT be the potential and Q the charge stored in the capacitor. ഒരു അഡീഷണൽ ചാർജ് DQ കപ്പാസിറ്ററിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് എത്രയായിരിക്കും? We know work equal to VdQ. So dW equal to VT into dQ. But VT potential equal to Q by C. So we have the expression dW equal to Q by C into dQ marked as equation number 1. നമ്മൾ കപ്പാസിറ്ററിനെ പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യിക്കുമ്പോൾ അതിന് ക്യാപിറ്റൽ Q ചാർജ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അതായത് ആദ്യം ചാർജ് ഇല്ല. സോ ചാർജ് ഈസ് 0. ഇനി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കീ ഓൺ ആക്കി കഴിയുമ്പോഴാണ് കപ്പാസിറ്ററിന് ചാർജ് കിട്ടി തുടങ്ങുന്നത്. അങ്ങനെ മാക്സിമം കിട്ടുന്ന ചാർജ് ക്യാപിറ്റൽ Q ആണെന്ന് വിചാരിക്കുക. അന്നേരമുള്ള വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് എക്സ്പ്രഷൻ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ W ഈക്വൽ ടു ഇന്റഗ്രൽ dW ഈക്വൽ ടു ഇന്റഗ്രൽ 0 to Q. 0 ചാർജിൽ നിന്നും ക്യാപിറ്റൽ Q ടോട്ടൽ ചാർജിലേക്കാണ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുന്നത്. ഓക്കെ. സോ 0 to Q, Q by C into dQ. 1 by C എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അത് എക്സ്പ്രഷന് പുറത്തെടുക്കാം. സോ W ഈക്വൽ ടു 1 by C into ഇന്റഗ്രൽ 0 to Q, Q dQ.
ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ എത്രയാണ്? നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. എവിടം തൊട്ട് എവിടം വരെയാണ്? 0 മുതൽ ക്യാപിറ്റൽ ക്യൂ വരെയാണ് നമ്മുടെ സ്മോൾ ക്യൂവിന് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടത്. സോ 1/2c കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പുറത്തെടുക്കാം. പിന്നെ വരുന്നത് 1/2c ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. സോ the work done will be obtained as q square divided by 2c. This work is stored as the electrostatic potential energy of the parallel plate capacitor. Okay, അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. സോ വി ഹാവ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി U stored in the fields between the parallel plate capacitor as U equal to Q square divided by 2C. ഇത് Qയുടെയും Cയുടെയും ടേംസിലുള്ള എക്സ്പ്രഷൻ ആണ്. ഇനി നമുക്ക് Q ഈക്വൽ ടു സി വി എന്നുള്ള എക്സ്പ്രഷൻ അനുയോജ്യമായി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിയുടെയും വിയുടെയും ടേംസിൽ എനർജി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി U will be obtained as half CV square. അത് തന്നെ ക്യൂവിന്റെയും വിയുടെയും ടേംസിൽ എങ്ങനെ കിട്ടും? ഹാഫ് ക്യൂ വി എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, അതിൽ നിന്നും എനർജി ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. എനർജി ഡെൻസിറ്റി എന്നാൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. സോ let us consider the expression U equal to half CV square. For a parallel plate capacitor, we have the expression for the capacitance C equal to epsilon 0 A by D. അവിടുത്തെ പാരലൽ പ്ലേറ്റുകളുടെ ഇടയ്ക്ക് എയർ അല്ലെങ്കിൽ വാക്വം ആയിട്ടാണ് ഡൈഇലക്ട്രിക്കിനെ അസ്യൂം ചെയ്യുന്നത്. U ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയറിൽ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് സിക്ക് പകരം എപ്സിലോൺ 0 A by D. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ വി സ്ക്വയർ എന്താവും? ഇ സ്ക്വയർ ഡി സ്ക്വയർ ആകും. ഡി ക്യാൻസൽ ആയി പോയിട്ട് എനർജിയുടെ എക്സ്പ്രഷൻ എപ്സിലോൺ 0 A ഇ സ്ക്വയർ ഡി ബൈ 2 എന്ന് കിട്ടും. Okay, so we have another expression for the energy stored in a parallel plate capacitor, which is U equal to epsilon 0 A E square D divided by 2. ഇനി എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യണം. എ ആണ് ഏരിയ, ഡി എന്നുള്ളതാണ് പ്ലേറ്റ് സെപ്പറേഷൻ എന്നുള്ളതെങ്കിൽ വോളിയം എന്താകും? A into D, area into distance. So energy density will be energy divided by volume. Expressions substitute ചെയ്തു കൊടുക്കുക. എയും ഡിയും ക്യാൻസൽ ആയി പോകും. So the final expression for the energy density as U equal to half epsilon 0 E square. Okay, so energy, what is the energy stored in a capacitor and the energy density of the parallel plate capacitor is discussed today. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതാനും പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, assuming earth to be an isolated conducting sphere of radius 6400 km, what is the capacitance of the earth? സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. നമുക്കറിയാം, the potential on the surface of a charged conducting sphere of radius r carrying a charge q
അതിന്റെ എക്സ്പ്രഷൻ V ഈക്വൽ ടു Q/4πε0R എന്നതാണ്. അങ്ങനെയാകുമ്പോൾ കപ്പാസിറ്റൻസ് C ഈക്വൽ ടു Q/V ഈക്വൽ ടു 4πε0R ആയിരിക്കും. അപ്പം എർത്തിനെ പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 4πε0Rല് 4πε0യുടെ വാല്യൂ നമുക്കറിയാവുന്നതാണ്. ആറിന്റെ വാല്യൂ ആണ് 6400 കിലോമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അതിനെ മീറ്റർ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം 0.71 മില്ലി ഫാരഡ് എന്നായിരിക്കും. ക്ലിയർ? അടുത്തത് ക്വസ്റ്റ്യൻ വായിക്കുന്നു. കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് എ ഗോൾഡ് ന്യൂക്ലിയസ് ഓഫ് ഡയമീറ്റർ 13 ഫെർമി. അറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ് ഈസ് 79. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ നമുക്കറിയാം, V ഈക്വൽ ടു 1/4πε0 Q/R. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി വാല്യൂസ്. 1/4πε0 അറിയാം, 9 × 10⁹ ആണ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ. പിന്നെ Q എന്താണെന്ന് അറിയണം, R എന്താണെന്ന് അറിയണം. ഇതിന് രണ്ടും വേണ്ട ഡേറ്റ തന്നിട്ടുണ്ട്. Q കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ചാർജ് Q ഈക്വൽ ടു Z E ആയിരിക്കും. E is the electronic charge, so Q equal to Z E equal to 79 into 1.6 into 10⁻⁻19 കൂളം. R എന്നത് ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ കേസിൽ അത് ഗോൾഡ് ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ്. ഡയമീറ്റർ തന്നിട്ടുണ്ട് 13 ഫെർമിന്ന്. അപ്പോൾ റേഡിയസ് 6.5 ഫെർമി ആയിരിക്കും. ഒരു ഫെർമി 10⁻⁻15 മീറ്റർ ആണ്. വാല്യൂസ് എല്ലാം SI സിസ്റ്റത്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ V ഈക്വൽ ടു 1/4πε0 Q/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.75 into 10⁻7 വോൾട്ട് എന്ന്. ഓക്കെ, ഈ 10⁻7 വോൾട്ടിനെ 10⁻6 വോൾട്ടിനെ മെഗാ വോൾട്ട് എന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ആൻസർ 17.5 മെഗാ വോൾട്ട്. മെഗാ വോൾട്ട് എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ M ക്യാപിറ്റൽ V എന്ന് സിമ്പിൾസ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മെഗാ വോൾട്ട് എന്ന് എല്ലാം സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് മെഗായുടെ M ക്യാപിറ്റൽ ആണ്, അത് തെറ്റാണ്. മെഗാ എഴുതുമ്പോൾ സ്മോൾ M ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ, പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. A parallel plate capacitor with air between the plates has a capacitance of 8 picofarad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant 6? ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വരുമ്പോഴുള്ള ഇക്വേഷൻ C ഈക്വൽ ടു ε0 A/d ആയിരിക്കും. അപ്പോ C ഈക്വൽ ടു ε0 A/d എന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ തന്നിരിക്കുന്നത് 8 പിക്കോഫാരഡ് ആണ്. ഓക്കെ, സോ C ഈക്വൽ ടു 8 പിക്കോഫാരഡ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി കപ്പാസിറ്റൻസിന് വ്യത്യാസം വരികയാണ്. എങ്ങനെയാ വ്യത്യാസം വരുന്നത്? രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ D is reduced by half. So new value of separation D equal to D/2 and the space between them is filled with a substance of dielectric constant 6. നേരത്തെ ε0 മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു ഡൈലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്ററും കൂടി വരുമ്പോൾ അതിന്റെ വാല്യൂ കൂടി കൺസിഡർ ചെയ്യണം. സോ ദ ന്യൂ ഇക്വേഷൻ വിൽ ബി C ഈക്വൽ ടു ε0 εr A ഡിവൈഡഡ് ബൈ ഡിക്ക് പകരം D/2. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. C ഈക്വൽ ടു 8 picofarad, that is ε0 A/d. ε0 A/d എന്നാണ് കേട്ടോ. C ഡാഷ് എന്നുള്ളത് ഡൈലക്ട്രിക് കൂടി വരുമ്പോൾ ഇക്വേഷൻ മോഡിഫൈ ചെയ്യും. ε0 εr A/d. εr വാല്യൂ ആണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 6 എന്ന് തന്നിരിക്കുന്നത്. D എത്രയാകും? D/2 ആകും. ഓക്കെ,
എപ്സിലോൺ 0 a by d ക്ക് പകരം C എന്ന് കൊടുക്കാം. So our new capacitance or the equation for the new capacitance will be modified as C dash is equal to 2 epsilons R into C. Values substitute ചെയ്ത് കൊടുക്കുക. എപ്സിലോൺ R 6 ആണ്. C എന്നുള്ളത് 8 picofarad ആണ്. ഒരു picofarad 10 power minus 12 farad ആണ്. So we will get the answer to be 96 picofarad. Okay. Now, another question. A 12 picofarad capacitor is connected to a 50 volt battery. How much electrostatic energy is stored in the capacitor? Okay. ഇതും direct substitution problem ആണ്. നമ്മുടെ ഇക്വേഷൻ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ എന്നുള്ളതാണ്. അത് സിയുടെ വാല്യൂ, കപ്പാസിറ്ററിന്റെ വാല്യൂ 12 picofarad ആണ്. 12 into 10 power minus 12 farad. പിന്നെന്താ, വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 50 വോൾട്ട് ആണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. എത്രയാണ്? 1.5 into 10 power minus 8 joule. Okay, one last problem. The plates of a parallel plate capacitor have an area of 90 square centimeter each and are separated by 2.5 millimeter. The capacitor is charged by connecting it to a 400 volt supply. How much electrostatic energy is stored in the capacitor? View this energy as stored in the electric field between the plates and obtain the energy per unit volume U. Hence, arrive at a relation between U, അതായത് U എന്നാണ്, YOU അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി U ആണ്, and the magnitude of the electric field E between the plates. Okay. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിരിക്കുമ്പോൾ സിയുടെ വാല്യൂ എപ്സിലോൺ 0 a by d ആയിരിക്കും. ഓക്കെ, എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് 8.85 into 10 power minus 12. എയുടെ വാല്യൂ, പ്ലേറ്റിന്റെ ഏരിയ 90 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതിനെ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10 power minus 4 മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. ഡിയുടെ വാല്യൂ എത്രയാ? 2.5 millimeter ആണ്. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10 power minus 3 മീറ്റർ ആകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററി സപ്ലൈ തന്നിട്ടുണ്ട് 400 വോൾട്ട് ആണെന്ന്. When you substitute the value, you will get the answer 2.5 into 10 power minus 6 joule. Okay. ഇനി അതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. How much electrostatic energy is stored in the capacitor? Energy E equal to half CV square. C ക്ക് പകരം എപ്സിലോൺ 0 a by d into E square. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എനർജി പെർ യൂണിറ്റ് വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Arrive at a relation between U, energy per unit volume, and the magnitude of electric field between the plates. Okay. അപ്പോൾ എനർജി ഹാഫ് CV സ്ക്വയർ ആണ്. എനർജി പെർ യൂണിറ്റ് വോളിയം U ആണ്. ക്യാപിറ്റൽ U വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നമ്മുടെ ഇക്വേഷൻ U ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ എനർജി ബൈ വോളിയം ഏരിയ ഇൻറ്റു സെപ്പറേഷൻ എടുക്കുമ്പോൾ നമ്മൾ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഹാഫ് ഇൻറ്റു സിക്ക് പകരം എപ്സിലോൺ 0 a by d. ഓക്കെ, പിന്നെ വി സ്ക്വയറിന്റെ വാല്യൂ അങ്ങനെ തന്നെ കൊടുത്തു. പിന്നെ ഡിനോമിനേറ്ററിൽ എ ഡി ഉണ്ട്. ഏതൊക്കെ വാല്യൂസ് ആണ് ക്യാൻസൽ ചെയ്ത് പോവുക? ക്യാൻസൽ ചെയ്ത് പോകുന്നത് ക്യാപിറ്റൽ എ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ വരുന്നത് ഹാഫ്
എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്നാണ്. വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ, വാട്ട് ഈസ് വി? വി ഈസ് പൊട്ടൻഷ്യൽ, ഡി ഈസ് സെപ്പറേഷൻ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വി ബൈ ഡി ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡി, സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോ നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ ഏതിലാണ് കിട്ടി നിൽക്കുന്നത്? ഹാഫ് എപ്സിലോൺ 0 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയറിന് പകരം ഇ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയം യു കിട്ടുന്നത് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്നായിരിക്കും. ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കണം. താങ്ക് യു.